തായ്ക്കിഴവി മറ്റേ OTT വന്നിട്ടുണ്ട്. അത് ഒരു നല്ല രസകരമായ കുറച്ച് നല്ല തമാശകളുള്ള, എന്നാൽ ഒട്ടും തമാശയില്ലാത്തൊരു സിറ്റുവേഷനും തമാശകളുള്ള, ഇമോഷണലി വളരെ കണക്റ്റ് ആവുന്ന നല്ല ക്ലിയർ പെർഫോമൻസുകളുള്ള, അത്യാവശ്യം സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു നല്ലൊരു മൂവിയാണ് തായ്ക്കിഴവി. രാധിക ശരത്കുമാറാണ് സിനിമയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു സ്റ്റാർസും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല റണ്ണിങ് കിട്ടിയ ഒരു സിനിമ കൂടിയാണ് തായ്ക്കിഴവി എന്ന് പറയുന്നത്. സിനിമയിൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധിക ശരത്കുമാറിന്റെ ക്യാരക്ടർ അത്യാവശ്യം പ്രായമായ, പരിസരത്തൊക്കെ കടം ഫിനാൻഷ്യലി കൊടുക്കുന്ന, ദിവസം പോയി പലിശ ചോദിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല. കാരണം കാര്യങ്ങളിങ്ങനെ വളരെ ടഫായിട്ടൊക്കെയാണ് പറയുക. എല്ലാവരും ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് വയ്യാതാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മരണം കാത്ത് കിടക്കുകയാണ്. ഒരു വീട്ടുകാരടക്കം പിന്നെയാണ് അവർക്ക് മനസ്സിലാകുന്നത് ആള് ഈ കിടക്കുന്നതിന് തൊട്ട് മുന്നേ അപ്പം കുറച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം നിറയെ സ്വർണം വാങ്ങി എന്നറിയുന്നതും, അപ്പം എങ്ങനെയെങ്കിലും അമ്മ സംസാരിച്ചിട്ട് ആ സ്വർണം എവിടെയാണെന്നെങ്കിലും അറിയണം എന്നുള്ള തീരുമാനത്തിൽ മക്കളും മരുമകനും കൂടെ നടത്തുന്ന ഒരു ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. തുടക്കത്തിൽ വളരെ നമുക്ക് തോന്നും ഈ സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്, പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി ഹ്യൂമറസ് ആയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് പെർഫോമൻസ് സൈഡും ഇമോഷണൽ സൈഡൊക്കെ വരുമ്പോൾ അത്യാവശ്യം നന്നായി തോന്നി എനിക്ക്. രാധിക ശരത്കുമാർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒപ്പം മുജീബ് ഖാന്തും നമ്മുടെ ബാലശരവണൻ അത്യാവശ്യം ഹ്യൂമറൊക്കെ ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റേച്ചൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ്. വളരെ സർട്ടിലായിട്ട് രാധിക ശരത്കുമാറിന്റെ മകളായി അഭിനയിച്ച അവര് നന്നായി ചെയ്യുന്ന ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ക്ലൈമാക്സിലൊക്കെ നല്ലൊരു സംഭവമൊക്കെ ഉണ്ട്. സോ നിങ്ങൾ കാണുക സിനിമ. ഒട്ടും നഷ്ടം സംഭവിക്കില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ്.